നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം 2026 പുതുവർഷത്തിലുണ്ടാകുന്ന രാശിക്കൂറ് ഫലമാണ് ഞാനിവിടെ പറയുന്നത്. സമ്പൂർണമായ ഒരു വർഷം നിലനിൽക്കുന്ന സമ്പൂർണമായ രാശിക്കൂറ് ഫലം, അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മേടം രാശിയുടെ ഫലമാണ് ആദ്യം പറയുന്നത്. ഇവർക്ക് വേഴം 3-ലും 2026 ജൂൺ 2 ശേഷം വേഴം 4-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന ഒരു സമയമാണ്. അവ ഗോചരപരമായിട്ട് ഈ 4 ഗ്രഹങ്ങളുടെ സഞ്ചാരപരമായി ഉണ്ടാകുന്ന ഗോചരഫലമാണ് കൂടുതലും ഫലപ്രവചനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പരിപാടികൾ നിങ്ങൾക്കെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തിലെ ഈ രാശിക്കൂർ പരമായി ഉണ്ടാവുന്ന ഫലം, മേടക്കൂറിന്റെ ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് വേഴം 3-ലാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ 2026 പുതുവർഷത്തില് ജൂൺ 2 ശേഷം വേഴം 4-ലേക്ക് വരും. വേഴം 4-ലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. 4 കേന്ദ്രസ്ഥാനമാണ്. 4 ഭാവം കേന്ദ്രഭാവമാണ്. അപ്പൊ കേന്ദ്രഭാവത്ത് വേഴം നിന്നാൽ കുടുംബപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിരിക്കും, അല്ല ഒരു വർഷമായിരിക്കും. ഇവരെ സംബന്ധിച്ച് കുടുംബപരമായിട്ട് വളരെ നേട്ടങ്ങൾ വേഴം 4-ൽ നിൽക്കുമ്പോൾ, അപ്പൊ 2026 ജൂൺ 2 ശേഷമാണ് വേഴം 4-ലേക്ക് ഇവർക്ക് വരുന്നത്. അതായത് ഈ അശ്വതി ഭരണി കാർത്തിക കാലി ഈ നക്ഷത്രക്കാർക്ക്. അതുകൂടാതെ ശനി 12-ലാണ്. ശനി 12-ൽ അത്ര ഗുണം ചെയ്യില്ല. എന്നാൽ രാഹു 11-ൽ നിൽക്കുന്നു, അത് ഗുണമാണ്. 11-ൽ രാഹു ഗുണം ചെയ്യും. പിന്നെ കേതു 5-ലും നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ മറ്റ് പൊതുവായ കാര്യങ്ങൾ ഈ 2026 പുതുവർഷത്തിൽ ഇവർക്ക് എന്തെല്ലാം വന്ന് സംഭവിക്കുമെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ ഈ വർഷം നടക്കാൻ പോകുന്നത്. എന്നാൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെയും ഗുണം കൂടുന്ന ഒരു ആഴ്ച ആണ് ഇവരെ സംബന്ധിച്ച്. കഠിനാധ്വാനം ചെയ്താൽ അതിൽ ഗുണകരമായ ഫലം ഈ കൊല്ലം ഇവരെ തേടി വരും. കഠിനാധ്വാനം അത് നല്ല വിധത്തിൽ പ്രവർത്തിച്ചാൽ ഇവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വർഷമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച്. വർഷത്തിന്റെ പകുതിയിൽ ജൂണിന് ശേഷം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026 ജൂൺ 2 ശേഷം. അതായത് വേഴത്തിന്റെ മാറ്റം കൂടിയാണ് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ചെലവുകൾ വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പണമിടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. കാരണം വേഴം പണത്തിന്റെ ആളാണ്, ധനകാരകനാണ്. അപ്പൊ അതുകൊണ്ട് ആ വേഴത്തിന്റെ ഗുണം കിട്ടാൻ നിങ്ങൾ പണമിടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ വേഴത്തിന്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ധനസംബന്ധമായ നേട്ടം ഉണ്ടാവും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നല്ല ഞാൻ പറയാം. പെട്ടെന്ന് 2026 ജൂൺ 2 അങ്ങോട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാവുമെന്നല്ല ഞാൻ പറയുന്നു. പടിയായിട്ട് നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിൽ
വിജയിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അതുകൂടാതെ തൊഴിൽപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിൽ രംഗത്ത് ഇവരെ സംബന്ധിച്ച് പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ചെയ്യാവുന്ന എന്ത് തൊഴിൽ ചെയ്താലും ആ ചെയ്യുന്ന തൊഴിലിൽ ഒരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ഞാൻ ഇന്നത് ചെയ്താൽ അതെനിക്ക് പുരോഗതി ഉണ്ടാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇവർക്ക് ഈ വർഷം കൂടുതലായിട്ടുണ്ടാവുന്ന ഒരു വർഷമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നല്ല പരിശ്രമം നടത്തിയാൽ ആ പരിശ്രമത്തിൽ നല്ല വിജയങ്ങൾ കൈവരിക്കാവുന്ന ഒരു ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ജൂൺ മാസം വരെ നേട്ടങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ ജൂൺ 2 ശേഷം ധനപരമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. പ്രണയബന്ധങ്ങളിൽ ചിലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. പ്രണയ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ദാമ്പത്യ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാവുന്നതാണ്. എന്നാൽ സമയോചിതമായ ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും ആ ദാമ്പത്യ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഈ കൊല്ലം. ആഗ്രഹങ്ങൾ പലതും ഇവരെ സംബന്ധിച്ച് നടക്കും. ഇവരെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം. ഇവര് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ വരെ ഇവർക്ക് നേടാൻ കഴിയുന്ന ഒരു വർഷമാണിത്. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഈ വർഷത്തിൽ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നിസ്സാരമായി കാണാതെ ചെയ്യേണ്ട സമയങ്ങളിൽ അതിന് ചികിത്സ നടത്തിയാൽ തീർച്ചയായിട്ടും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് സൂക്ഷിക്കേണ്ടതാണ്. ചിരകാലമായിട്ട്, അതായത് വളരെ കാലമായിട്ട് ഇവർ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെ? നടപ്പാക്കാൻ സാധിക്കുന്നില്ല. നടപ്പാക്കാൻ സാധിക്കാതെ ഇവരെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ചിരകാലമായിട്ട് ഇവര് ആലോചിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം ഇവരെ സംബന്ധിച്ച് അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വേളം 4-ലാണല്ലോ, അല്ലേ? 4-ന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം, മനസ്സിലായ? വേഴം സർവേശ്വരകാരകനാണ്. അപ്പൊ സർവേശ്വരകാരകനായ വേഴം 4-ൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഗുണം കിട്ടും. അതേപോലെ തന്നെ രാഹു 11-ൽ നിൽക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഈ വർഷം വളരെ ഗുണകരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് 2026 ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്തവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ 2026. ഇവർക്ക് സർവവിധ സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.